തന്റെ മഹാനായ പിതാവിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ലാത്ത പ്രസ്തുത ശേഷിപ്പുകൾ ഒപ്പിക്കുകയും അവ ഉപയോഗിച്ച് സമർത്ഥമായി ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്കെങ്ങനെയാണ് കണ്ണുമടച്ച് വിശ്വസിക്കാനാവുക? വിശേഷിച്ച് ഇത് കാണുന്നവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അറക്കുന്ന ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ. ഖസറജിയുടെ മുടിക്കെട്ടിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു വാങ്ങി കേശവ്യാപാരം നടത്തുന്ന സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പൊയ്മുഖം, കുവൈത്ത് കരാർ, മർക്കസ് പണയപ്രശ്നം, ഖത്തറിൽ സ്ത്രീകൾക്ക് ഇമാമായി ജുമുഅ നടത്തിയ വിവാദം, രാഷ്ട്രീയ നിലപാടുകൾ, ഞെട്ടിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ കേരളീയർ നേരിട്ട് കണ്ടതാണ്. വിശ്വസ്തനല്ലാത്ത ഒരു ദാതാവ്, വിശ്വസിക്കാൻ പറ്റാത്ത സ്വീകർത്താവിന് നൽകിയ മുടി, വ്യക്തമായ ഒരു സനദ് പോലുമില്ലാതെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർ തയ്യാറാവില്ല. വിവാദകേശത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്നു. അവക്ക് വ്യക്തമായ മറുപടി പോലും നൽകാൻ കഴിയാതെ ഉഴലുകയാണ് വിഘടിത വിഭാഗം. പരസ്പര വിരുദ്ധമായ രണ്ട് സനദുകൾ പറഞ്ഞത് തിരുത്തിപ്പറഞ്ഞും തിരുത്തിപ്പറഞ്ഞത് പിൻവലിച്ചും കൂലിപ്രഭാഷകരും തക്ബീർ തൊഴിലാളികളും നടത്തുന്ന ശ്രമങ്ങൾ കാണുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്നാലോചിക്കുകയാണ് ഉത്ബുദ്ധരായ കേരളീയർ. മർക്കസ് സമ്മേളന നഗരിയിൽ തിരുകേശത്തിന്റെ സനദാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിച്ച് ഖസറജിയെ കൊണ്ട് വായിപ്പിച്ച പരമ്പര കാണുക. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. وها أنا أقرأ لكم هذه البشارة العظيمة نيابة عن خادم الآثار سماحة الشيخ أحمد بن الشيخ محمد آل هلال الخزرجي أمير الأنصار. بسم الله الرحمن الرحيم. الحمد لله رب العالمين مالك الملك ذي الجلال والإكرام ذي المن الذي لا يكافى امتنانه. فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه. الدكتور الشيخ أحمد بن الجهبذ النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيدي الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل ابن التابعي الجليل عبيد ابن سيدنا رفاعة صاحب رسول الله صلى الله عليه وسلم من أهل بيعة الرضوان وبدر وأحد وما بعد ذلك من المشاهد كلها ابن صاحب رسول الله صلى الله عليه وسلم سيدنا رافع ابن مالك ابن العجلان الزرقي أول من أسلم من الأنصار. സുന്നി വോയിസിന് അതേ ഖസറജി നൽകിയ അഭിമുഖത്തിൽ പറയുന്ന പരമ്പരയും കാണുക. വ്യത്യസ്തങ്ങളും പരസ്പര വിരുദ്ധങ്ങളുമാണ് ഈ രണ്ട് പരമ്പരകളും. ഇത് തൊണ്ടി സഹിതം പിടികൂടപ്പെട്ടപ്പോഴുണ്ടായ വൈക്ലഭ്യത മാറ്റാൻ നാടുനീളെ വിശദീകരണ മഹാമഹങ്ങൾ സംഘടിപ്പിച്ച് അന്തരീക്ഷ മലിനീകരണമുണ്ടാക്കുകയാണ് സഖാഫികളും അഹ്സനികളുമൊക്കെ. മർക്കസ് സമ്മേളനത്തിൽ വായിച്ച ഖസറജി കുടുംബ പരമ്പര മുടിയുടെ സനദാണെന്ന് പറഞ്ഞ് കേരളീയ മുസ്ലിങ്ങളെ വഞ്ചിക്കാനാണ് ആദ്യം ഇവർ ശ്രമിച്ചത്. സാക്ഷാൽ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ ഈ പച്ചക്കള്ളം ജനമധ്യത്തിൽ പ്രഖ്യാപിക്കുന്നത് നോക്കൂ. ഖസറജി കുടുംബം, ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു.
ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, ഉസ്താദുമാർ, ഷെയ്ഖുമാർ, അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഖദ്റജി കുടുംബം, ആ കുടുംബത്തിന് ലഭിച്ച സനദ് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽ ഖദ്റജി അവരുകൾ വരെ അവിടുത്തെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, ഉസ്താദുമാർ, ഷെയ്ഖുമാർ, അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഖസ്റജിയുടെ പരിഭാഷകനായ പേരോട് അബ്ദുറഹിമാൻ സഖാഫി നുണ നോക്കി വായിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. OM തരുവണ അപൂർവ വസ്തുവായ വിളക്ക് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലും നിർലജ്ജം തട്ടിപ്പ് ആവർത്തിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ തട്ടിപ്പ് കൈയോടെ പിടികൂടപ്പെട്ടപ്പോൾ പേരോട് തന്നെ സൗകര്യപൂർവം വാക്ക് മാറ്റുന്നത് നോക്കൂ. എന്താ സനദ് എന്ന് പഠിക്കണം, സനദിന്റെ രൂപം പഠിക്കണം, എന്താ നസബ എന്ന് പഠിക്കണം. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ആ ബുഖാരിയിൽ കാണാം ബാബു മബ്അസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് പറഞ്ഞു കുടുംബ സനദാ വായിച്ചത്. കുടുംബ സനദോ? കുടുംബത്തിന്റെ സനദ്, കുടുംബത്തിന്റെ നിസ്ബ. ഇവര് പറഞ്ഞു കുടുംബ സനദാ വായിച്ചത്. കുടുംബ സനദോ? കുടുംബത്തിന്റെ സനദ്, കുടുംബത്തിന്റെ നിസ്ബ. സനദ് ചിലപ്പോ പറഞ്ഞുകൂടാന്നല്ല, ഏത് സനദ് വേണ്ടി. അപ്പൊ സനദിൽ പരമ്പര പറയേണ്ടതില്ല. മർക്കസിൽ വായിച്ചത് നസബയാണത്ര, തിരുകേശത്തിന്റെ സനദല്ല പോലും. الدكتور الشيخ أحمد بن العبد النحري عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പര പേര്, മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാ. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ 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 ഇങ്ങനെ നസബ പറയാ. അതിനു പുറമെ പണ്ഡിത ലോകത്തിന് പരിചയമില്ലാത്ത പുതിയ സാങ്കേതിക പദങ്ങളുമായി പേരോട് സഖാഫി ന്യായീകരിക്കുന്നത് ശ്രദ്ധിക്കൂ. സനദ് രണ്ട് വിധം. സനദ് മുഖ്തസർ ഉണ്ട്, സനദ് മുഫസ്സൽ ഉണ്ട്. മുഫസ്സലാണ് ഞാൻ കൊടുത്തത്. സനദ് മുഖ്തസർ അത് മർക്കസിൽ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഖസ്റജിയുടെ കയ്യിലുള്ള കേശങ്ങളുടെ നീളവും ആധിക്യവുമാണ് സംശയാസ്പദമായ മറ്റൊരു വസ്തുത. തിരുകേശങ്ങൾ എവിടെയൊക്കെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ സുതരാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും കാണാത്ത രീതിയിൽ ആയിരക്കണക്കിന് മുടികളടങ്ങിയ കെട്ടുകളാണ് ഖസ്റജിയുടെ ശേഖരത്തിലുള്ളത്. പ്രചാരത്തിലുള്ള കേശചിത്രങ്ങൾ വ്യാജമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ അഖിലേന്ത്യാ നേതാവ് തന്നെ ശ്രമിക്കുമ്പോഴും സ്വന്തം മകന്റെ പുസ്തകം പറയുന്നത് 2 മുടിക്കെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ്. എങ്ങനെ ഇത്രമാത്രം കേശങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിലെത്തിപ്പെട്ടു? അവക്കെങ്ങനെയാണ് അസാമാന്യമായ, അസാധാരണമായ നീളമുണ്ടായത്? സാമാന്യ ബുദ്ധിയുള്ള ആരും ഉന്നയിക്കാവുന്ന ഈ ചോദ്യങ്ങൾക്ക് മാന്യമായി മറുപടി പറയുന്നതിന് പകരം യുക്തിവാദം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് നോക്കൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുമ്പോഴും ഉത്ബുദ്ധരായ കേരളീയ സമൂഹത്തിൽ അത് വിലപ്പോവില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഞൊണ്ടി ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് രസാവഹമാണ്. ഞങ്ങളുടെ കയ്യിലുള്ള ഒരു കഷ്ണത്തെക്കുറിച്ച് മാത്രം ഞങ്ങൾ പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഖസ്റജിയോട് പോയി ചോദിക്കണം എന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ യുക്തിവാദം? ഞാനിത് പറഞ്ഞു വരുന്നത് അബൂദാബി കുറേ മുടിയുണ്ട് ഇപ്പൊ പറയാം.
ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? നമുക്കൊരു മുടി തന്ന വകയിൽ ഇനി അവിടെയുള്ള എല്ലാ മുടിയും നഷ്ടപ്പെടുത്തി കളയാം. അങ്ങനെയാണ് നമുക്ക് തന്നതിനെ പറ്റി ആ ചർച്ച ചെയ്യേണ്ടത്. വേറൊരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, അത് നിങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്തു. ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എന്താ അതിന്റെ ആൾക്കാരോട് ചോദിക്കുക. ഇവിടെ നമുക്ക് തന്ന മുടി, അതിന്റെ നീളം എത്ര, അതിന്റെ വലിപ്പം എത്ര, അതിന്റെ എണ്ണ എത്ര, ഇതിനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്തു. മറ്റതുണ്ടോ ഇല്ലേ, അതിന് കിതാബിൽ എന്ത് പറഞ്ഞു, ജവാഹിറുൽ ബിഹാറിൽ എന്ത് പറഞ്ഞു, അതിന്റെ അപ്പുറത്ത് എന്ത് പറഞ്ഞു, ഒക്കെ വേറെ ചർച്ച ചെയ്തോ. അവസാനം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് യൂസുഫുൻ നബ്ഹാനിയെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത്. വാദത്തിനു വേണ്ടി ഇത് നമ്മൾ അംഗീകരിച്ചാൽ തന്നെ എപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് ഈ മഹാത്ഭുതം സംഭവിച്ചതെന്ന് തെളിയിക്കേണ്ടത് കേശസൂക്ഷിപ്പുകാരുടെ ബാധ്യതയാണ്. കേശദാതാവായ ഷെയ്ഖ് ഖസ്റജി തന്നെ പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത അസ്റാറു ആഥാരിൻ നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ തിരുശേഷിപ്പുകളുടെ ചരിത്രവും വർത്തമാനവും വളരെ വിശദമായി ചർച്ച ചെയ്യുമ്പോഴും തന്റെ കയ്യിലുള്ള മുടിയെക്കുറിച്ച് മാത്രം ഒരു പരാമർശം പോലും ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? കേശം സൂക്ഷിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ തന്റെ രാജ്യമായ UAE പേര് പറയാതിരുന്നത് എന്തുകൊണ്ട്? മുടന്തൻ ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നോക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ അഹ്മദ് ഖസ്റജി അയാളാണ് ഇത് അച്ചടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ടോ. അത് ഈ മതനുണ്ട്. എന്ത് ഈ അച്ചടിക്കാൻ പൈസ കൊടുത്തത് ബിനഫഖത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് പൈസ കൊടുത്തത്. ഇതിന്റെ മുകളിൽ ഇത് പ്രസിദ്ധീകരിച്ചതും അദ്ദേഹത്തിന്റെ കമ്മിറ്റിയാണ്. അത് ഇതിലുണ്ട്. പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് അച്ചടിക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്താൽ പറയാ, ഞാൻ ഇഹ്യാഉലുദ്ദീൻ അച്ചടിക്കാൻ വേണ്ടി പൈസ കൊടുത്താൽ എനിക്ക് ആ ഇഹ്യയിൽ എന്തും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? പ്രസിദ്ധീകരിക്കുന്നതോ കുറ്റ്യാടി പബ്ലിക്കേഷൻസാ, എന്നാ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? കണ്ടാമൃഗത്തെപ്പോലും മൃദുല ചർമ്മനാക്കുന്ന ഈ അപാരമായ തൊലിക്കട്ടി സമ്മതിച്ചേ പറ്റൂ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രചിച്ച ഗ്രന്ഥം പോലെയല്ല ഒരു വ്യക്തി സമാഹരിച്ച ഗ്രന്ഥം എന്ന ലളിതമായ സത്യം മറച്ചുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേശസംരക്ഷണത്തിനായി 40 കോടിയുടെ പള്ളിയുണ്ടാക്കാൻ വ്യാപകമായ ഷെയർ പിരിക്കുകയാണ് വിഘടിത വിഭാഗം. കേശസംരക്ഷണത്തിനായി ഇന്നേ വരെ ലോകത്തൊരിടത്തും പള്ളികൾ ഉണ്ടാക്കിയിട്ടില്ലെന്നിരിക്കെ കോടിപ്പള്ളി ഉണ്ടാക്കുന്നത് മുടിവെക്കാനോ അതോ തടിവെക്കാനോ? തിരുകേശ സംരക്ഷണത്തിനാണോ അതോ പാവങ്ങൾക്ക് നിസ്കരിക്കാനോ അല്ല ഉത്തരേന്ത്യൻ തൊഴിലാളികൾക്ക് പണി കൊടുക്കാനോ എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. യഥാർത്ഥത്തിൽ പള്ളിയല്ല ലക്ഷ്യം. പള്ളി ഒരു മറയാണ്, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, അതാണ് യഥാർത്ഥ ഉദ്ദേശ്യം. പള്ളിക്ക് ചുറ്റും രൂപപ്പെടുന്ന ടൗൺഷിപ്പിൽ വില്ലകളും ഫ്ളാറ്റുകളും നിർമ്മിക്കാനുള്ള പണം പോലും ഇപ്പോൾ തന്നെ പിരിച്ചു തുടങ്ങിയിരിക്കുന്നു.